പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഇപ്പോൾ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. നേരത്തെയും ഇത്തരത്തിൽ അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, അച്യുതൻ? ഉന്മേഷ്, ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിൽ ഇപ്പോഴും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ചില ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് തുടർ നടപടികൾ, അല്ലെങ്കിൽ നിലവിൽ ഇന്ന് ഇന്ത്യ നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ, അതിന് മറുപടിയായി പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ മുൻപിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സസൂക്ഷ്മമായി സ്ഥിതിഗതികൾ ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം മാറ്റിവെച്ചിരിക്കുന്നത്. ക്രൊയേഷ്യ, നെതർലാൻഡ്, നോർവേ എന്നീ സന്ദർശനങ്ങളാണ് മാറ്റിവെച്ചത്. മെയ് 13 മുതൽ 17 വരെ ആയിരുന്നു ഈ പര്യടനങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിലെ ആ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകും എന്നുള്ള ഒരു ചെറിയ വിലയിരുത്തലുണ്ട്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഏത് പ്രകോപനത്തെയും നേരിടാൻ തക്കവണ്ണം ഇന്ത്യ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിലെ സാഹചര്യം പ്രതിരോധ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രകോപനം ഉണ്ടായാൽ കൃത്യമായ മറുപടി നൽകുവാൻ തന്നെയാണ് സേനയ്ക്ക് നൽകിയിരിക്കുന്ന സന്ദേശവും ആ ഒരു നിർദ്ദേശവും സേനയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും നിയന്ത്രണ രേഖയിലടക്കം അതീവ ജാഗ്രത ഇപ്പോൾ പുലർത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അത് തടയാൻ തക്കവണ്ണത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇതിനോടകം സേന കൈക്കൊണ്ടിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നുണ്ട് ഇപ്പോൾ പുൽവാമയിൽ നിന്നും. ബൽറാം, ഈ ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെയാണല്ലോ പാകിസ്ഥാൻ ഷെല്ലാക്രമണം കടിപ്പിച്ചത്. അതിർത്തി മേഖലകളിൽ നിന്ന് ഈ നാശത്തിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. 10 പേർ മരിച്ചു എന്നതാണല്ലോ ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇപ്പോഴും ഷെല്ലാക്രമണം തുടരുകയാണോ? അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടോ ഇപ്പോഴും, ബൽറാം? ഉന്മേഷ്, പൂഞ്ച് മേഖലയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും കടുത്ത രീതിയിലുള്ള ഷെല്ലാക്രമണം ജനവാസ മേഖലകൾക്ക് നേരെ ഉണ്ടായത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്നുള്ളത് നിയന്ത്രണ രേഖയോട് ചേർന്നാണ് ജനവാസ മേഖല സ്ഥിതി ചെയ്യുന്നത്. 100-150 മീറ്റർ അടുത്തുപോലും വീടുകളുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഇത്തരം ആക്രമണം നടത്തിയത് വലിയ തോതിലുള്ള ആൾനാശത്തിന് വഴിവെച്ചിരിക്കുന്നു. 10 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നടപടിക്ക് ഇന്ത്യ ഉചിതമായി തന്നെ തിരിച്ചടി നൽകിയിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ ഈ പാക് ഷെല്ലാക്രമണത്തിന് ആശ്വാസമുണ്ടായിരിക്കുന്നു. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഷെല്ലാക്രമണം നടക്കുന്നില്ല. തുടർന്നാണ് ആളുകളെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകൾ ഈ മേഖലയിൽ തകർന്നിട്ടുണ്ട്. ഇതിനിടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി സാഹചര്യങ്ങൾ സംസാരിക്കുകയും ഒപ്പം തന്നെ BSFന്റെ DGയോട് ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിർത്തിയിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ അതിർത്തി ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയാണെങ്കിൽ ജനങ്ങളെ അവിടെ നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുണ്ട്.